ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഗെയിൻ കുറച്ച് നാൾ ഞാൻ വീഡിയോ ഇട്ടില്ല. ഇനി കുറച്ച് നാളത്തേക്കും കൂടി ഇങ്ങനെയായിരിക്കും. പ്ലീസ് ബെയർ വിത്ത് മീ ഗൈസ്. ഐ കനോട്ട് ഡു എനിത്തിങ് ബിക്കോസ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? കറൻ്റ്ലി ഐ എം ഗോയിങ് ത്രൂ ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ്. എന്ത് തൊട്ടാലും പ്രശ്നം, തൊട്ടില്ലെങ്കിലും പ്രശ്നം, അങ്ങനത്തെ ഒരവസ്ഥയാണ്. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ, ഇത് ഞാൻ എന്നോ എടുത്തു വെച്ച വീഡിയോ ആണ്. ഐ തോട്ട് രാത്രി 2 മണി 1 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു എനർജി കിട്ടില്ല. ആ എനർജി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ വ്ളോഗ് അങ്ങ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. രാവിലെ തന്നെ ഞാനിപ്പോൾ വൈറ്റമിൻ സി സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്, ബിക്കോസ് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടാണ്. എനിവേ, അത് കഴിഞ്ഞിട്ട് എനിക്ക് പാഴ്സൽ അഗെയിൻ നൈക്ക ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സെയിലിന് വാങ്ങിച്ച പ്രൊഡക്ട്സ് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. ബിക്കോസ് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, 2-3 വ്ളോഗ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ ആ സെയിലിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ വാങ്ങിച്ചതാണോ അതോ അതിന് മുന്നേ വാങ്ങിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ, ഇപ്പോഴും സ്റ്റിൽ 60% ഓഫ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നൈക്കയുടെ സെയിലൊക്കെ, ബിക്കോസ് അതൊക്കെ ഇപ്പം ഫോണിലൊക്കെ എപ്പോഴും എല്ലാവർക്കും കിട്ടുമല്ലോ. പണ്ടാണ് നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയും പോയി ചെക്ക് ചെയ്ത് നോക്കും, അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ. ഞാൻ പിന്നെ ഇൻഫ്ലുവൻസറും അല്ല. ഓക്കെ, സോ എനിവേ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അത് കഴിഞ്ഞ് ഒരു വലിയ പെട്ടി അൺബോക്സ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടല്ലെന്ന് തോന്നുന്നു, രണ്ടാമതാണ് ഇത്രയും വലിയൊരു പെട്ടി എനിക്കെന്ന് വരുന്നത്. സോ അതിനകത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ സാധനം ഈ ഒരു ഫേസ് വാഷ്. ഇത് ബെസ്റ്റ് ഫേസ് വാഷാണ്. ഇതിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഫേസ് വാഷാണ്. ഇത് നല്ലൊരു ഫോമിങ് ഫേസ് വാഷാണ്. നിങ്ങൾക്ക് നല്ല പിമ്പിൾസ് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. കൊമിഡോൺസ് അല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫേസ് വാഷാണ്. പക്ഷേ ഞാനിത് മാക്സിമം 2 ടൈമിലേ ഇത് യൂസ് ചെയ്യുള്ളൂ. പക്ഷേ 2 ടൈമിൽ ഞാൻ യൂസ് ചെയ്യാറില്ല, നൈറ്റാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നല്ല സ്ട്രോങ് ആണ് കുറച്ച്. സോ അപ്പം എപ്പോഴും അത് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് മേടിച്ചു. പിന്നെന്താ, ഇതെന്താ സാധനം? ഇടയ്ക്ക് ഞാൻ എൻ്റെ ചായ കുടിക്കുന്നുണ്ട്. ബിക്കോസ് ഞാനിപ്പോൾ ഭയങ്കര ചായ ഹോളിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ് ഉണ്ടോ ചായ, തലവേദന ഉണ്ടോ ചായ, അങ്ങനെയൊക്കെ. സോ അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ചായ കൂടിയാണ്. നിർത്തണം, കുറയ്ക്കണം. ഡയറ്റൊക്കെ ഇപ്പോൾ വീണ്ടും പോയി ബാക്ക് ടു ഡയറ്റ് വരണം. എനിക്ക് ചെറുതായിട്ട് PCOD എന്ന് പറയുന്നില്ല, അതൊരു PCOD എന്ന് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു ഏജിലുള്ള, ഞാൻ ഗൈനക്കിനെ കാണിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഈ ഒരു ഏജിലുള്ള എല്ലാവർക്കും അത് വരുന്ന സംഭവമാണ്. പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക എന്നൊക്കെ ഉള്ളതാണ്. സോ അതുള്ളത് കൊണ്ട് തന്നെ, ചെറുതായിട്ട് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ, ഞാൻ നോർമലി ഒരാൾ തടി കുറയ്ക്കുന്നതിനേക്കാളും വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും 10x ഹാർഡർ ആയിരിക്കും എനിക്ക് വെയിറ്റ് റെഡ്യൂസ് ആവാൻ. സോ PCOD ഉള്ളവർക്ക് കണക്റ്റ് ആവും. സോ ഇപ്പം അതിന് പുതിയ പേരല്ലേ പറയുന്നത്, PMOS സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്, കം ടു ദ പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഒരു പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ആൻഡ് ഓൾസോ റിസൾട്ട് ആർ കമ്മിങ്. ഇനി ഫ്യൂ ഡേയ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് കോളേജിൽ പോകണം. അങ്ങനെ മൊത്തത്തിലൊരു ഇതിലാണ്. ഓക്കെ, ഇത് എപ്പിസോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസർ. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇത് ക്രീം ബേസ്ഡാണ്. യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് എല്ലാം ജെൽ ബേസ്ഡ് ആയിരിക്കും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് മേക്കപ്പിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല മോയ്സ്ചറൈസറാണ്. ആൻഡ് എസ്പെഷ്യലി നാക്കൊക്കെ കൊടുക്കുന്നത്, എസ്പെഷ്യലി നൈറ്റ് ഞാനിപ്പം AC ഇട്ടിട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത് ഞാനിപ്പോൾ കോസാറക്സിൻ, സ്നെയിൽ മ്യൂസിൻ ഇതൊക്കെ ഇട്ടിട്ടാണ് കിടക്കാം. ബട്ട് സ്റ്റിൽ എൻ്റെ സ്കിന്ന് ഡ്രൈ ആവും. സോ അപ്പോൾ എനിക്കിത് വർക്കാകുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ. സംടൈംസ് നമുക്ക് നല്ല മോയ്സ്ചറൈസേഷൻ സ്കിന്നിന് വേണമെന്ന് തോന്നില്ലേ. സോ അതുകൊണ്ട്. പിന്നെ ഇത് അനിയന് വാങ്ങിച്ചതാണ്. ഞാൻ കേളി ഹെയറിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. പക്ഷേ എൻ്റെ കേളി ഹെയർ അല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ആരുടെയും കേളി ഹെയർ അല്ല, അമ്മാമ്മയുടെ കേളി ഹെയറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേളി ഹെയർ ഉള്ളത് എൻ്റെ ബ്രദറിനാണ്. സോ അവന് ഈ റീസെൻ്റ്ലിയാണ് അവൻ്റെ മുടി കേളി ഹെയർ ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫോമായി വന്നത്. സോ അതുകൊണ്ട് ഇപ്പം കേളി ഹെയർ പ്രൊഡക്ട്സ് മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇത് 5 സംഭവമുണ്ട്. ലിവോൺ ക്രീം അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഷാംപൂ, കണ്ടീഷണർ, മാസ്ക്, അങ്ങനെ എന്തൊക്കെയുള്ളൊരു 5 ഐറ്റംസ് ഉള്ളതാണ്. ഇത് ഏത് ബ്രാൻഡിൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നല്ല പ്രൊഡക്റ്റാണ്. അവൻ്റെ കേൾസ് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ആൻഡ് പിന്നെയെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ കേളിങ് റൂട്ടീൻ ഇമാജിൻ, ബോയ്സിന് സ്കിൻ കെയർ ചെയ്യാനേ പാടാം. അപ്പോൾ 10x ആയിട്ടൊരു കേൾ മെത്തേഡ്, കേൾസ് റൂട്ടീനൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒരു മടിയുള്ള കാര്യമാണെങ്കിലും, പക്ഷെ അവൻ ഇപ്പം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും ഇപ്പം ഹെയർ കെയർ ചെയ്യാനാണെങ്കിലും ഒരു എഫേർട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് സ്കിൻ കെയറിന് ഇപ്പോഴും വലിയ എഫേർട്ടില്ല, പക്ഷേ ഹെയർ കെയറിന് അവൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവന് ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ യൂസ് ചെയ്യാൻ പഠിക്കുന്നേ ഉള്ളൂ. കേളി ഹെയർ മെത്തേഡ് ചെയ്യാൻ കുറച്ച് പ്രാക്ടീസ് വേണമല്ലോ. ഓക്കെ, പിന്നെ എൻ്റെ ലൈഫ് അപ്ഡേറ്റ് പറയാനാണെങ്കിൽ ഞാനൊന്ന് പോയി മുടി വെട്ടി.
ലിറ്ററലി അവരെൻ്റെ മുടി വെട്ടി നശിപ്പിച്ചു. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മുടിയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, കൊളായിട്ടുണ്ട്, ആൻഡ് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദിസ്. പക്ഷേ ഞാൻ ലിറ്ററലി എൻ്റെ ലൈഫിൽ ഹെയർ ഗ്രോത്ത് ഫേസിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ വളർത്തുന്ന ഒരു ഫേസിലായിരുന്നു. അപ്പോൾ ഞാൻ പോയി ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഫേസ് ഫ്രെയിമിങ് ബാങ്ക്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. മൂക്കിന് മുകളിൽ വെച്ച് ഒരൊറ്റ വെട്ട്. എന്ത് കണ്ടിട്ടാണ് അവരങ്ങനെ വെട്ടിയെന്ന് എനിക്കറിഞ്ഞൂടെ. എനിക്ക് വന്ന സങ്കടം, ഞാൻ കരഞ്ഞ്, എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയണം. ഭയങ്കര ഒരു അത്രയും തലതെറിച്ചൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഹൗ ക്യാൻ, അതും മലയാളിയാണ് വെട്ടിയത്, അതൊരു ലേഡിയാണ് വെട്ടിയത്. ഹൗ ക്യാൻ എ പേഴ്സൺ ഡു ദാറ്റ് ടു അനദർ പേഴ്സൺ? മുടി വെട്ടാൻ അറിയില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഈ സലൂണ് തുറന്ന് വെച്ചേക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഐ റിയലി വോണ്ടഡ് ടു മെൻഷൻ ദയർ നെയിം. പക്ഷേ ഞാൻ മറന്നുപോയി, ലിറ്ററലി ഞാൻ മറന്നുപോയി. ബിക്കോസ് എനിക്ക് ആ സമയത്ത് ഇവർ മുടി വെട്ടിക്കഴിഞ്ഞതും എൻ്റെ കണ്ണ് ബ്ലറായി, ലൈക്ക് കണ്ണ് നിറഞ്ഞ് എൻ്റെ കണ്ണ് ബ്ലറായിപ്പോയി. പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവാത്തൊരു സ്റ്റേജ് ആയിപ്പോയി. സോ അതുകൊണ്ട് ഐ എം റിയലി സോറി. ലൈക്ക് കരമന എവിടെ നിന്നാണ് ഞാൻ മുടി വെട്ടിയത്, ഇഫ് ഐ എം നോട്ട് റോങ്. സോ അറിഞ്ഞുവിടാത്ത സ്ഥലത്ത് പോയി ആരും വെട്ടത്, പ്ലീസ് ഗോ ഫോർ പ്രൊഫഷണൽ. എനിക്ക് എപ്പോഴും മുടി വെട്ടുന്ന ഒരു ഭയ്യുണ്ട്. സോ ആ പുള്ളിയുടെ അടുത്ത് പോയി വെട്ടിയാൽ മതിയായിരുന്നു. അത് കഴക്കൂട്ടത്താണ്, അതുകൊണ്ട് ഇവിടെ നല്ല ദൂരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, എനിക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ പോയി മുടി വെട്ടിയത്. അതും ഞാൻ കുറച്ച് ട്രിം ചെയ്യാനാണ് പറഞ്ഞത്. എൻ്റെ ലെങ്തും കുറച്ചു, എൻ്റെ മുടിയും വെട്ടിക്കുളവാക്കി. അയ്യോ എൻ്റെ അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഓക്കെ, എനിവേ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ഇറ്റ്. ലൈക്ക് ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ബിക്കോസ് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ലൈഫിൽ 10th പഠിക്കുമ്പോൾ ഞാൻ മറ്റേ ബാങ്ക്സ് ഒക്കെ മങ്കി എന്നൊക്കെ പറയില്ല, അതൊക്കെ വെട്ടിയിട്ടുള്ള ആളാണ്. സോ അപ്പോഴൊന്നും എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ലിറ്ററലി ഞാൻ അപ്പോഴും അവരുടെ അടുത്ത് എടുത്ത് പറഞ്ഞതാണ്, എനിക്കിങ്ങനെ മൂക്കിന് താഴെ നിന്നാൽ മതി, ചിന്നിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കണം, എടുത്ത് പറഞ്ഞതാണ്. എന്നിട്ട് അവരങ്ങനെ വെട്ടി, ഒരൊറ്റ വെട്ട് കത്രിക വെച്ച് ഡൺ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള പോലെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2 o'clock യൂഷ്വലി ഞാൻ എപ്പോഴും അപ്പോയിൻമെൻറ്റ് പോകുന്നത്. സോ അവിടെ പോകുമ്പോൾ അവിടെ അടുത്തൊരു ബേക്കറി സോർട്ട് ഓഫ് സെറ്റപ്പ് ഉണ്ട്. അവിടുത്തെ ബ്രൗണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് നമ്മൾ ആ ബ്രൗണി വാങ്ങിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഓഫീസിലെന്തോ, അതോ കല്യാണം, എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. സോ ഹെയർ വെട്ടിക്കൊള്ളായത് 2 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. സോ അത് ഞാൻ ഇതിൽ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പിന്നെ മാസ്ക് ഒക്കെ വെച്ച് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ അത് വേറെ കുറച്ച് റീസൺസ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് പുറത്തിറങ്ങുന്നത്. അതേപോലെ അവിടുത്തെ ഫേവറേറ്റ് ബദാം മിൽക്ക്, അതും എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എപ്പോൾ ഞാൻ പോയാലും അത് വാങ്ങിക്കാറുണ്ട്, അതും ബ്രൗണി. സോ അങ്ങനെ കുറച്ച്, പിന്നെ അവന് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട്, അത് ഷുഗർ ഇല്ലാത്തൊരാൾ ബേക്കറി കയറി കഴിഞ്ഞാൽ ഷുഗർ വരും, അത്രയും സ്വീറ്റാണ് ഫുൾ. പിന്നെ എനിക്ക് ഡോക്ടർ കുറച്ച് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ വൈറ്റമിൻ സി തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്തു. ആൻഡ് ഇത് ന്യൂ സൺഗ്ലാസ് അല്ല, ഇതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ വൺസ് ഐ സ്റ്റാർട്ടഡ് ടു യൂസ് ഇറ്റ്, ഐ ലവ് ഇറ്റ്. ലൈക്ക് എപ്പോഴും ഞാൻ ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നത്, പക്ഷേ ആ സൺഗ്ലാസ് വെക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഇസ് നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇനി കുറച്ച് മാസം കഴിയുമ്പോൾ ഞാൻ ലൈസൻസ് എടുക്കും, എന്നിട്ട് കാർ ഓടിക്കണം. എനിക്കിങ്ങനെ കൈ ധരിക്കുന്നുണ്ട് കാർ ഓടിക്കാൻ. പക്ഷേ നോ വേ, ലൈക്ക് 18 വയസ്സാവാതെ ഗ്രൗണ്ടിൽ പോലും തരില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ബിക്കോസ് അമ്മ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് ഗ്രൗണ്ടിൽ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കാറ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഗ്രൗണ്ടിൽ തല കുത്തനെ മറിഞ്ഞു എന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ. സോ അമ്മ വാസ് ലൈക്ക് 17 വയസ്സായാലും തരത്തില്ല എന്നുള്ളൊരു ഇതിലാണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ലെറ്റ് ഇറ്റ് ബി. അത് കഴിഞ്ഞ് നമ്മൾ സീ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ വീട് ആക്ച്വലി കോവളം, വിഴിഞ്ഞം ആ ഒരു സൈഡാണ്. സോ അതുകൊണ്ട് നല്ല സീ ഫുഡ് കിട്ടും. സോ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ സീ ഫുഡ് ഇങ്ങനെ കഴിക്കാൻ പോകാറുണ്ട്. നമ്മൾ പോയത്, എനിക്ക് മീൻമുട്ട കഴിക്കാൻ കൊതിയായിട്ടാണ് പോയത്, പക്ഷെ കിട്ടിയില്ല. സോ നമ്മളെപ്പോഴും പോകുന്ന പറയുന്നതാണ് ഈ ഒരു, ഇതിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി, ഈ ഒരു വലിയ മീനിൻ്റെ പേര്. ഐ ഫോർഗോട്ട് ദ നെയിം. ഇത് ഭയങ്കര ഫേമസ് മീനായിരുന്നു. അതും പിന്നെ കൊഞ്ചും, പിന്നെ എൻ്റെ അനിയൻ കഴിക്കുന്നതാണ് ചൂര. സോ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ ഞാനിപ്പം അത്ര പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, സോ അതൊക്കെ കഴിച്ച് വന്നിട്ട് വേറൊരു പാഴ്സൽ വന്നു. ഞാൻ ഇത് വിഷ് കെയർ എന്ന് വാങ്ങിച്ചാണ്, ഈ റോസ് വാട്ടറും ഇതുപോലെ ഗ്ലിസറിനും മേടിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ അൺബോക്സ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ എസ്തെറ്റിക് ആയിട്ട് അൺബോക്സ് ചെയ്യാൻ പറയുമ്പോൾ തബല പൊട്ടുന്ന പോലെയൊക്കെ അൺബോക്സ് ചെയ്യുന്നുണ്ട്, ആക്രാന്തം കാരണം. എനിക്ക് ആദ്യം പണ്ടൊക്കെ പാഴ്സൽ വരുമ്പോൾ എനിക്ക് എങ്ങനെയും പൊട്ടിക്കണം അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇപ്പം അങ്ങനെ തോന്നാറില്ല. ലൈക്ക്
അൺബോക്സ് ചെയ്യുന്നത് ഒരു രസം തന്നെയാണ് ആക്ച്വലി. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട് അർഷതയ്ക്കൊക്കെ പാഴ്സൽ എന്ന് പറയുമ്പോൾ അവളാണ് ആദ്യമേ പോയി താഴ്ന്നേ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആൻഡ് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് സ്കൂൾ അടച്ചിട്ട് ഞാൻ വീട്ടിനകത്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് എനിക്ക് നല്ല ബോറടിച്ചപ്പോൾ അവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ആൻഡ് വേറൊരു റീസണും കൂടെ കൊണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാൾക്ക് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. അപ്പോൾ അവരിങ്ങനെ അൺബോക്സ് ചെയ്യാണ് എന്താണെന്ന്. പിന്നെ ഞാൻ ഹെയർ ജസ്റ്റ് വീട്ടിൽ കളർ ചെയ്തായിരുന്നു. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് വർക്ക്. ഞാൻ സ്ട്രിക്സിൻ്റെ ഹെയർ കളർ വെച്ച് ചെയ്തത്. പക്ഷേ കുറച്ചുകൂടെ ടൈം വെച്ചെങ്കിൽ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടിയാണ്. ബട്ട് ഐ ലൈക്ക് ദ വേ ഇറ്റ് ടേൺഡ് ഔട്ട്. അതിനുശേഷം കളർ ചെയ്തിട്ട് വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ സെലൂണിൽ പോയിട്ട് വെരി നെക്സ്റ്റ് ഡേ അല്ല 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി വെട്ടാൻ പോയത്. സോ അവർ വെട്ടി ആ കളറാൻ കളഞ്ഞു. അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ അവരെ പ്രാക്ക് വെച്ചിട്ട് അവരിപ്പോൾ ജീവനോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലിറ്ററലി ഞാൻ ആരും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ ഇതാക്കിയിട്ടില്ല. ബിക്കോസ് ഐ വാസ് തിങ്കിങ് ലൈക്ക് മുടി വെട്ടാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പോലും ഇങ്ങനെ മുടി വെട്ടി നശിപ്പിക്കാൻ പറ്റത്തില്ല. ആൻഡ് ദ ആംബിയൻസ് ആൻഡ് ദ സെറ്റപ്പ് എവറിത്തിങ് ഈസ് ലൈക്ക് എ പ്രൊഫഷണൽ സലൂൺ. ആൻഡ് കാണിച്ചതോ ഇത് എന്നാൽ അമ്മയ്ക്കും ആ സെയിം സലൂണിൽ നിന്നാണ് വെട്ടിയത്. ആൻഡ് അത് വെട്ടിയത് വേറൊരു ആളായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൻഡ് ഞാൻ വൺസ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇവർ ജസ്റ്റ് പെട്ടെന്ന് അകത്ത് പോയി. ഇവർ പിന്നെ വന്നതേ ഇല്ല പുറത്ത്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ലൈക്ക് ജസ്റ്റ് ഞാൻ കുറേ കരഞ്ഞു. ആൻഡ് ലൈക്ക് ഐ ക്യാൻ മാനേജ് എവറിത്തിങ് ഇൻ മൈ ലൈഫ്. ബട്ട് ഇനിഷ്യലി ഞാൻ കരയും. അതെനിക്ക് ഭയങ്കര ഇതാണ്. ഞാൻ കുത്തിയിരുന്ന് കരയും കുറേ നേരം. പൊട്ടി കരയും. എന്നിട്ട് ഐ വിൽ ബി ഫൈൻ. ഇപ്പം ഞാൻ ഫൈൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഓ മൈ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ലൈക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഐ വാസ് ഗോയിങ് ത്രൂ റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കേ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം ഉറങ്ങുന്നതിന് മുന്നേ. ഞാനിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. സോ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് എൻ്റെ വീണ്ടും റീസെൻറ്റ് ഒബ്സഷനാണ് ഈ ഒരു മൂൺ ഫിൽസ്. നേരത്തെ കാണിച്ചതാണ് എൻ്റെ 2 ഫ്രണ്ട്. ഒരാളും ഉണ്ടായിരുന്നു, ഒരാൾ വേറെ എവിടെയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂവി ഡേറ്റിന് പോയി ഈവനിങ് വിത്ത് മൈ ഫ്രണ്ട്. ലൈക്ക് ഇറ്റ് വാസ് എ വെരി കോയിൻസിഡൻസ്. എൻ്റെ ജിമ്മേറ്റ് അല്ല, പക്ഷെ ഞങ്ങൾ സെയിം ജിമ്മിലായിരുന്നു. ആൻഡ് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന സിനിമ കാണാൻ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഹിന്ദി ഫിലിംസിന് അങ്ങനെ വരാറില്ല. സോ കൃഷ്ണാവർദ്ധനം, കൃഷ്ണാവർത്തനമല്ലേ? അയ്യോ, ഐ ലിറ്ററലി ഫോർഗോട്ട്. ഇപ്പോൾ ഇറങ്ങിയ റീസെൻറ്റ് ഇറങ്ങിയ ഫിലിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഹിസ്റ്ററി റിലേറ്റഡ് ഫിലിംസ് കാണാനും, അല്ലെങ്കിൽ കൃഷ്ണൻ രാധ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് ലൈക്ക് ഞാനും ആ സെയിം തിയേറ്ററിൽ ബുക്ക് ചെയ്തു ലുലു എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ സെയിം ടൈമുമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ സെയിം അടുത്തടുത്തല്ലായിരുന്നു സീറ്റ്. പിന്നെ നമ്മൾ അടുത്തടുത്ത് സീറ്റൊക്കെ ആക്കി ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ 2 കൂടിയാണ് കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 2 കാണാൻ പോകുന്നത്. ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് വി ബോത്ത് എൻജോയ്ഡ് അവർ കമ്പനി. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് വി ബോത്ത് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ഫിലിം. ഞാൻ പറഞ്ഞ ഫ്രണ്ടിനും ഇങ്ങനത്തെ ഹിസ്റ്ററി റിലേറ്റഡ് ഫിലിംസ് ഇഷ്ടമാണ്. ആൻഡ് ഇറ്റ് വാസ് എ വെരി കോയിൻസിഡൻസ് ഓൾസോ. സെയിം ഡേ, സെയിം തിയേറ്റർ, സെയിം ടൈമിൽ ബുക്ക് ചെയ്യാം. പക്ഷേ അടുത്തടുത്തുള്ള സീറ്റ് അല്ലായിരുന്നു എന്നുള്ളൊരു കോയിൻസിഡൻസ് മാത്രം. അത് കഴിഞ്ഞ് ഫിലിം കഴിഞ്ഞപ്പോൾ അമ്മേനെ വിളിക്കാൻ വന്നു. ആൻഡ് അങ്ങനെയാണ് പോയത്. ഐ തിങ്ക് ഇത് ഞാൻ 2 ദിവസത്തെ വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയത്. ഞാൻ പറഞ്ഞില്ലേ മാസ്ക് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ നടക്കാറ്. ബട്ട് ഐ ലൈക്ക് മൈ വേ. ബിക്കോസ് ഇങ്ങനെ മാസ്ക് വെച്ച് ഇറക്കുമ്പോൾ എന്തോ ഒരു ഫീൽ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് കൊറോണ ടൈമിലോട്ടൊക്കെ പോയ പോലെ. സോ പത്രമുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.